ഹായ് കൂട്ടുകാരെ, സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂളിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് കേട്ടോ. അങ്ങനെ ഡാൻസ് പഠിക്കാൻ വരുന്ന ഒരു പയ്യനും ഒരു പെൺകുട്ടിയും തമ്മിൽ സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടിക്ക് ഒരു വിശേഷമൊക്കെ ആവുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആവുന്ന ഒരു എപ്പിസോഡ് ഇതിന് മുമ്പോട്ട് കേട്ടോ. അതിന് ബാക്കിയായിട്ടാണ് കഥ പറയുന്നത്. അങ്ങനെ ഇതിന് ഒരു രണ്ട് വീട്ടുകാരും തമ്മിൽ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. അങ്ങനെ ആ വീട്ടുകാർ വന്നിട്ട് ചന്ദ്രമതിനെയാണ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നത്. കാരണം ഈ സ്ഥാപനം നടത്തുന്നത്, ഡാൻസ് സ്കൂൾ നടത്തുന്നത് ചന്ദ്രമതിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ചന്ദ്രമതി തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചന്ദ്രമതിയുടെ നേരെ തിരിയാണ് കേട്ടോ. ഈ സമയം ശ്രുതിയും കൂടി ഇതിന് ഇടയ്ക്ക് നിന്നിട്ട് പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞങ്ങനെ സമ്മതിപ്പിക്കുകയാണ്. എന്നാൽ അവസാനമായിട്ട് ചന്ദ്രമതി കൈയൊഴിയാണ് കേട്ടോ. കാരണം താനല്ലല്ലോ ആ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പൈസ എങ്ങനെയും ശ്രുതി വേണം ആ പൈസ ഒപ്പിച്ചു കൊടുക്കാമെന്ന് ചന്ദ്രമതി പറഞ്ഞു ഒഴിയുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ആകെ പെട്ടുപോവാണ്. കാരണം ശ്രുതിയുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലല്ലോ. ഇനി എവിടെ നിന്ന് ക്യാഷ് ഉണ്ടാക്കുമെന്ന് അറിയാതെ അങ്ങനെ ശ്രുതിയാണെങ്കിൽ നേരെ ചെല്ലുന്നത് ആൻ്റണിയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ആൻ്റണിയും ശ്രുതിയും തമ്മിൽ ഇപ്പോൾ ഭയങ്കര ഡീലിങ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചെന്നിട്ട് ആൻ്റണിയുടെ അടുത്ത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ഇതിനകത്തൊരു പോംവഴി ഉണ്ടാക്കി തരണം. കാരണം ഇത്രയും രൂപ കൊടുക്കാനായിട്ട് ആൻറ്റി എന്നെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു നിവർത്തിയില്ലെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതി പറഞ്ഞതനുസരിച്ചിട്ട് ആൻ്റണി പറയുന്നുണ്ട്, ഈ കേസ് ഞാൻ ഡീൽ ചെയ്യാമെന്ന് നോക്കട്ടെ. അങ്ങനെ ആൻ്റണി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചി ഇതൊന്നും അറിയുന്നില്ല. സച്ചിയാണെങ്കിൽ ആ 2 വീട്ടുകാരെയും കൂടി ഒരുമിച്ചിങ്ങനെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവരെ വിളിപ്പിച്ചിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി പറഞ്ഞിട്ടൊന്നും അവരാരും ഒന്നും ഏൽക്കുന്നില്ല. ലാസ്റ്റ് 2 വീട്ടുകാരും കൂടിയിട്ട് നമ്മുടെ സച്ചിക്ക് നേരെ തിരിയാണ്. കാരണം ആ പൈസ അവർക്ക് കിട്ടണമെന്നുള്ളതാണല്ലോ. അതിനു വേണ്ടിയിട്ട് സച്ചി പറയുന്നതൊന്നും അംഗീകരിക്കാതെ അവർ സച്ചിയുടെ കോളറിനൊക്കെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായതിനൊക്കെ ഉത്തരവാദി നിങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ചന്ദ്രമതിയെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും തീരെ അങ്ങോട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല ബഹളം ഉണ്ടാകുന്നുണ്ട്. സച്ചി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അങ്ങനെ ഈ സമയം കുറച്ച് ആളുകളെ ആൻ്റണി ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ശ്രുതി പറഞ്ഞ അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ കയറി ചെല്ലുന്ന സമയത്ത് സച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. ഈ സമയം അവർ വിളിച്ചിട്ട് ആൻ്റണിയോട് സച്ചി ഇവിടെ വന്നിട്ട് പോയെന്നുള്ള കാര്യം പറയുമ്പോൾ ആൻ്റണിയുടെ കുക്കിൽ പെട്ടെന്നൊരു തന്ത്രം തോന്നുകയാണ്. കാരണം സച്ചി പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരെ കയറി അങ്ങ് അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാൾക്കാണെങ്കിൽ ഭയങ്കര സീരിയസ് ഇഞ്ചുറിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമ്മുടെ സച്ചിയുടെ പേരിലാണെന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ അങ്ങനെ പോകുന്നുണ്ട്. ഈ സമയം വീട്ടുകാരാണെങ്കിൽ സച്ചിയുടെ പേരിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ കേസ് കിട്ടിയതനുസരിച്ചിട്ട് നേരെ സച്ചിയുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചിക്കൊരു അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എന്താ പ്രശ്നം എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെ നിങ്ങളുമായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായ ഒരു പയ്യൻ്റെ വീട്ടുകാരാണ് കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. ആ വീട്ടുകാരെ മൊത്തം ഈ സച്ചി കയറി അടിച്ചു എന്നാണ് പരാതി തന്നിട്ടുള്ളതെന്ന് പറയണം. ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതെന്തൊക്കെയായി പറയുന്നത്, എനിക്കറിയില്ല, ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രവിയും പോലീസുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആളും മാറിയതായിരിക്കും, ഒരിക്കലും സച്ചി എങ്ങനെ ആളെ വിട്ട് ഒരു വീട്ടിൽ കയറി അടുപ്പിക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതിയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, സച്ചിയേട്ടനൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇയാളുടെ പേരിലാണ് കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നത്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം എന്ന് പറയാണ് കേട്ടോ. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, അവൻ ഏത് നേരം അടിയും പിടിയൊക്കെ ആയിട്ട് നടക്കുന്നല്ലേ, അവനല്ലാതെ വേറെ ആര് ചെയ്യാനാ, അവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ സച്ചിനെ അവർ പിടിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിലാക്കുകയാണ് കേട്ടോ. ഈ സമയം രേവതിയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ.
അങ്ങനെ നേരെ ചെല്ലുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. പയ്യൻ്റെ വീട്ടുകാരെയാണ് അവർ കയറി അടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് രേവതി ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയം പെൺകുട്ടിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ആ പയ്യനെ വിളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ പയ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചത്, നിങ്ങളെ ആരും ഉപദ്രവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പയ്യൻ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ പുറകെ തന്നെയാണ് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ചത്. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സച്ചിയേട്ടന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരുടെയും മുഖത്ത് നോക്കി പറയും. അടിക്കണം എന്നുണ്ടെങ്കിലും അത് നേരിട്ടേ അടിക്കുള്ളൂ. സച്ചിയേട്ടൻ ഒരിക്കലും ആളുകൾ ആരെയും തല്ലിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ആ പെൺകുട്ടിക്കും രേവതിയോട് സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി ആ പയ്യനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അടിക്കാൻ വന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടെങ്കിൽ അത് ഇവരോട് പറ. അതൊരു നിരപരാധിയെ രക്ഷിക്കാനാണെങ്കിലോ ഒരിക്കലും ഇവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആ പയ്യൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയം ആ പയ്യൻ പറയുന്നുണ്ട്, അതെ ആ ആളുകൾ വന്നിട്ട് അടിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ആൻ്റണി ചേട്ടാ എല്ലാം ഓക്കെയാണ് എന്നൊരാളിങ്ങനെ കോൾ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓ അതാണ് കാര്യം, ഇപ്പം എനിക്ക് കാര്യമെല്ലാം മനസ്സിലായി, ഇതിൻ്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ നേരെ ചെല്ലുന്നത് രേവതി സ്ഥിരമായിട്ട് പൂ കൊടുക്കാറുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസറാണ്. രേവതി എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് രേവതിയും കൂടി കൂട്ടി നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സച്ചി നിരപരാധിയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം ആ ഓഫീസർ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അവർ കംപ്ലൈൻറ്റ് ചെയ്തു സാർ, അതുകൊണ്ടാണ്. അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നിലുള്ള ആരെയാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നിങ്ങനെ ഓഫീസർ പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യനെയും വീട്ടുകാരെയും വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പയ്യൻ രേവതിയും കൂടി ചെന്നിട്ട് ആ ഓഫീസർ അവിടെ വെച്ച് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ തല്ലാൻ വന്നവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു തെളിവ് പറയാനും. അങ്ങനെ ആ പയ്യൻ പറയുന്നുണ്ട്, സാർ അവർ ഇറങ്ങിപ്പോയ സമയത്ത് ആൻ്റണി സാർ എല്ലാം ഓക്കെ ആണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാരണം ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സച്ചിയെ കുടുക്കിയതും ആൻ്റണി ആണല്ലോ. അങ്ങനെ പോലീസുകാർ തന്നെ ആൻ്റണീനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആൻ്റണി വരുമ്പോഴേ പോലീസുകാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നാടോ താനെ ഈ അടിപിടിയും കൊട്ടേഷൻ പണിയും തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട് ആൻ്റണീനെ ഇങ്ങനെ വിളിപ്പിക്കാൻ കേട്ടോ. അയ്യോ സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിവരെ അറിയ കൂടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഇത് കണ്ടിട്ട് ആൻ്റണിക്ക് മനസ്സിലാവുന്നുണ്ട് താനെ എന്തായാലും പിടിക്കപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ കൂടുതലായിട്ട് ഒന്നും മറച്ചു വയ്ക്കണ്ട, നിൻ്റെ കൂട്ടത്തിലുള്ളവരെ എല്ലാം ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ അവരിൽ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ ഗതി കെട്ടിട്ട് ആൻ്റണി പറയുന്നുണ്ട് കേട്ടോ, സാർ അതെനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ തന്നെ അത് ചെയ്തതെന്ന് പറയാണ്. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ആ വീട്ടുകാരുമായിട്ട് നിനക്ക് എന്താ ബന്ധം, നിനക്ക് എന്തിനാ അവരുടെ വീട്ടുകാരെ കയറി തല്ലിയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം അയാൾ പറയുന്നുണ്ട്, അയ്യോ ആൻ്റണി സാർ അങ്ങനെയല്ല, എനിക്ക് ഒരാൾ കൊട്ടേഷൻ തന്നതാണ്, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ വീട്ടിൽ കയറി അടിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, സാർ ഇവൻ എന്തായാലും വെറുതെ വിടരുത്, ഇവന് എൻ്റെ പുറകെയാണ് ഏത് നേരെയും, എൻ്റെ പുറകെ നടന്നിട്ട് ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവനാണ് സാർ എന്ന് പറഞ്ഞിട്ട് ആൻ്റണീനെ ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, സച്ചി നിങ്ങൾ നിയമം കയ്യിലെടുക്കണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാന്നേ, എന്തായാലും ഇവനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൻ്റണിക്കിട്ട് നല്ല തല്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ സാർ എന്നെ തല്ലല്ലേ, ഞാൻ ആളെ പറയാമെന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ വീട്ടിൽ കയറി അടിച്ചതെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും ഭയങ്കരമായിട്ടൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മുടെ സച്ചിക്ക് വലിയ ഭാവഭേദമൊന്നുമില്ല, കാരണം ശ്രുതിയെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്നത് സച്ചിക്ക് തന്നെയാണല്ലോ. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ, കണ്ടോ രേവതി, പാർലറേട്ടെത്തിയേ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, എന്തായാലും ഇത്രയും പണിയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്.
ഈ സമയം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല നിനക്ക് എന്താടാ ശ്രുതിയുമായിട്ട് നിനക്ക് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, അതാരാ ഈ ശ്രുതി? സാർ, അതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. ഓഹോ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്കിട്ട് പണി വന്നിരിക്കുന്നത്. എന്നിട്ട് പോലീസുകാർ വെറുതെ മെനക്കെടുത്തുന്നു എന്ന് വെച്ചിട്ട് സച്ചിയുടെ നേരെ ഓഫീസർ തിരിയുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, സാർ, ഇവൻ വെറും കള്ളനാണ്, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇവൻ വെറുതെ ഓരോന്നും പറയുകയാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ആന്റണി പറയുന്നുണ്ട്, ചേച്ചി, എനിക്ക് ആവശ്യമില്ലാത്തത് പറയേണ്ട കാര്യമില്ല. ശ്രുതി പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഓഹോ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കുറേ കസ്റ്റമേഴ്സ് ഡീലിങ്സൊക്കെ ഞങ്ങൾ തമ്മിൽ നടത്താറുണ്ട്, അത് അങ്ങനെയാണ് ബന്ധം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പേര് അവിടെ എല്ലാം വെളിച്ചത്ത് വരുന്നുണ്ട്. അങ്ങനെ ആ കേസിൽ നിന്ന് തടിയുരാൻ വേണ്ടിയിട്ട് ആന്റണി പറയുന്നുണ്ട്, സാർ, ഞങ്ങൾ ഒരുപാട് ശ്രുതിയോട് പറഞ്ഞതാണ്, എങ്കിലും ഞങ്ങൾ ഒരുപാട് കമ്പൽ ചെയ്തിട്ട് ശ്രുതി പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ മേലിൽ എല്ലാ പഴിയും വെച്ചിട്ട് ആന്റണി എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട്, ഒരു പോലീസ് ഓഫീസറുടെ പേര് വിളിച്ചിട്ട് ഇവന്മാരെല്ലാം ആ സെല്ലിലേക്ക് ഇടുക, എന്നിട്ട് സച്ചി അങ്ങ് പുറത്തേക്ക് വിടുമെന്ന് പറയാണ്. അങ്ങനെ അവർ ആൻ്റണീനെ പിടിച്ചിട്ട് ലോക്കപ്പിൽ ഇടുകയാണ് കേട്ടോ, ആൻ്റണീനെയും കൂട്ടുകാരെയും പിടിച്ചിട്ട്. അങ്ങനെ ഒരു പോലീസ് ലേഡി ഓഫീസറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രേവതിയും കൂട്ടിയിട്ട് പോയിട്ട് ശ്രുതിയെ പോയി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടി വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം സച്ചിയോട് ഇപ്പം നിങ്ങളെ വിടാൻ പറ്റില്ല, കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, അതിനുശേഷം നിങ്ങളെ വെറുതെ വിട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിർത്തുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെയും കൂട്ടിയിട്ട് നമ്മുടെ രേവതിയാണ് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. രേവതിയാണ് കേട്ടോ ആദ്യം തന്നെ വീട്ടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അങ്ങനെ രേവതി ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. രേവതി ചെന്നിട്ട് ശ്രുതിയുടെ വാതിൽ ഇങ്ങനെ അടച്ചിട്ടേക്കാണ്, തല്ലിപ്പൊളിക്കാണ് കേട്ടോ. എടി ശ്രുതി, നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാ, ശ്രുതി ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി കഥവ് തുറക്കുമ്പോഴേക്കും ശ്രുതിയുണ്ട്. ഈ സമയം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നത്? നീ ഇനി ഒരക്ഷരം വാ തുറന്ന് മിണ്ടരുത്. ഈ വീട്ടിലുള്ള ആള് നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ രീതിയിലെങ്കിലും സംസാരിക്കുന്നത്. ഇതിപ്പോൾ പുറത്തൊരാളാ ചെയ്തിരുന്നെങ്കിലേ ഞാനിപ്പോൾ അവരെ അടിച്ച് ശരിയാക്കിയാനെന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇത് കേട്ടിട്ട് ശ്രുതി വയ്ക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇവിടെ വന്ന് കിടന്ന് ഒച്ച വെക്കുന്നത്? അതിനിപ്പോൾ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ഇപ്പോൾ കെട്ടിയോൻ്റെ ജോലി നീയും കൂടി ഏറ്റെടുത്തോ? അല്ല തന്നെ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നിങ്ങളും അത് ഏറ്റെടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, അതെ, എൻ്റെ സച്ചിയേട്ടൻ ആരെയും തല്ലിയിട്ടുമില്ല കൊന്നിട്ടുമില്ല, അതൊക്കെ ചെയ്യുന്നതേ നിങ്ങളുടെ ഭാര്യയാ. രേവതി, നീ ആവശ്യമില്ലാത്ത പറയല്ലേ, ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഇനി ഒന്നും മിണ്ടണ്ട, എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ സച്ചിയേട്ടന് ഇവിടെ വന്നിട്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടിട്ട് പോലും നീ ഇതൊന്ന് ഒരു വാക്ക് തുറന്ന് സമ്മതിച്ചോ? എന്നിട്ടിപ്പോൾ നീ വലിയ മാന്യത ചമയ്ക്കുന്നല്ലേ? നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ശ്രുതിനെ ഇങ്ങനെ മുടിക്കുത്തിന് തന്നെ കയറി പിടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഈ സമയം പോലീസ് ഓഫീസേഴ്സ് ഉള്ളിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഏയ് കയ്യാങ്കളിയൊന്നും വേണ്ട, ഞങ്ങളിവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവളുടെ കെട്ടിയവനല്ലേ തെറ്റ് ചെയ്തത്, എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് ശ്രുതി എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്താ രേവതി, നീ ആവശ്യമില്ലാതെ ഒച്ച വയ്ക്കില്ലെന്നറിയാം, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ, സച്ചിയേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവരുടെ വീട്ടിൽ കയറി അവരുടെ ആളുകളെ അടിച്ചത് ആൻ്റണിയാണെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ആൻ്റണിയോ? അതേതാ അന്ന് സച്ചിയേട്ടൻ്റെ ആ വീഡിയോ പ്രശ്നം ഉണ്ടാക്കിയ ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, അയാൾ തന്നെ, സച്ചിയേട്ടനെ അവൻ വിടാതെ പിന്തുടരുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, അല്ല അയാളെന്തിനാ അവിടെ കയറി അടിച്ചത്? അയാളും അവരും തമ്മിൽ എന്താ വിഷയം ചോദിക്കുമ്പോൾ, അതെ അയാളല്ല അച്ഛാ, ഈ വീട്ടിലെ ഇവള് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ശ്രുതിയോ? ശ്രുതി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അതേ അച്ഛാ, ശ്രുതി പറഞ്ഞിട്ടാണ് അവരുടെ വീട്ടിൽ കയറി ആൻ്റണി അടിച്ചതെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഈ സമയം ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആഹാ രേവതി, കൊള്ളാലോ, സച്ചി ഇപ്പോൾ സ്റ്റേഷനിലാണ്, അതിൽ നിന്ന് സച്ചിയുടെ മേലിലുള്ള പഴി നീ പതിയെ ശ്രുതിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അല്ല രേവതി, നീ എന്താ ഈ പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ.
അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അങ്ങ് കലി ഇളകാണ് കേട്ടോ. നീ ഒരക്ഷരം മിണ്ടി പോരുത്. എൻ്റെ സച്ചിയേട്ടനിപ്പോൾ ചെയ്യാത്ത തെറ്റിന് ജയിലിൽ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കെഞ്ചി അച്ഛൻ അത്രയും വിഷമിച്ചു. എന്നിട്ടും സച്ചിയേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ നീ ഒരക്ഷരം മിണ്ടിയോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, രേവതി നീ ഇനി നിർത്തിക്കോ. സച്ചിയുടെ കുറ്റം വെറുതെ ശ്രുതിയുടെ മേലെ പഴിചാരണ്ട. ശ്രുതിയെ ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാ, അല്ലാതെ നിന്റെ ഭർത്താവിനെ പോലെ കൂലിത്തല്ലിനും തല്ലാനും അടിക്കാനൊന്നും പോകുന്നവര് ഞങ്ങളല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി വീണ്ടും ചന്ദ്രമതിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ രേവതി പറയുന്ന കേട്ടില്ലേ, ശ്രുതി അന്തസ്സായിട്ട് നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ്, അവൾക്ക് ഇങ്ങനെയൊന്നും ആളെ വിട്ട് തല്ലാനൊന്നും പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണല്ലോ പറഞ്ഞത്. നമ്മുടെ ചന്ദ്രമതിക്ക് അത് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതി നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ ഭർത്താവല്ലേ അവിടെ ചെന്നിട്ട് അവരോട് സംസാരിക്കാനായിട്ട് പോയത്, അപ്പൊ അവൻ തന്നെ ആയിരിക്കില്ലേ ഇതിപ്പോ ഈ ശ്രുതി എന്തിനാ വെറുതെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അല്ലമ്മേ ഇവള് തന്നെയാണ് അത് ചെയ്തത്. ഇവള് കള്ളത്തരം പറയാൻ വേണ്ടി മാത്രം ജനിച്ചവളാണ്. ഇവള് വീട്ടിലുള്ളവരെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മ എന്തറിഞ്ഞിട്ടാ, എന്തിന് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ആ പോലീസുകാർ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ശ്രുതി എന്ന് പറഞ്ഞ ആളാരാണ്, അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാഡം ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡാണ്, ഇവർക്കെതിരെ എന്ത് തെളിവാണ്, എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, അത് ഒരു വീട്ടുകാരെ വീട് കയറി ആക്രമിച്ചെന്നുള്ള കേസിനാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, മാഡം ഇവർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ശ്രുതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഇവരുടെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മേലെ പഴിയിടുന്നതാണ്, അല്ലാതെ ശ്രുതി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും അല്ല സാർ, ഒരിക്കലും ഇവർ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അവരുടെ വീട് കയറി അടിച്ചെന്ന് പറഞ്ഞവരെ ആ പയ്യൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നാണ് ആൻ്റണി എന്ന ആളും കൂട്ടരുമാണ് അവരുടെ വീട് കയറി ആക്രമിച്ചതെന്ന് പറഞ്ഞ് ആൻ്റണിയെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് അവർ ഈ ശ്രുതിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ടാണ് ആൻ്റണി പറഞ്ഞിട്ടാണ് ശ്രുതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവർ നിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ചേച്ചി ആളെ വിട്ട് അവരെ തല്ലിച്ചെന്നോ? ചേച്ചി എന്താ ഇങ്ങനെയൊന്നും കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. ഇത് കേട്ടിട്ട് വർഷം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ നിങ്ങളെന്താ ഈ കാണിക്കുന്നത്, നിങ്ങൾ വല്ല ഗ്യാങ്സ്റ്ററും ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം രവിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. രവിയാണെങ്കിൽ ശ്രുതിയുടെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല നീ എന്തു പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു കുടുംബത്തിലെ പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്നാൽ ഇത് കേട്ടിട്ട് ശ്രുതിയാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഒരിക്കലും ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് സച്ചിയുടെ രേവതിയും കൂടി ഇട്ടുള്ള എന്തോ ഒരു പ്ലാൻ ആണെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടന് എന്തായാലും ആളെ വിട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇവളെ തന്നെ ചെയ്തതാണെന്ന് ഇനിയും മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് അത്ര നാടകം കളിക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചേക്കുന്നത്, നിങ്ങൾക്ക് ആ ആൻ്റണിയുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും രവിയുടെ നോട്ടം കാണുമ്പോഴേക്കും ശ്രുതിക്ക് നല്ല പേടിയാവുകയാണ്, ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛാ അത് ഞാൻ ആളെ വിട്ടൊന്നും അടുപ്പിച്ചിട്ടില്ല. ശരി, ആളെ വിട്ട് അടുപ്പിച്ചിട്ടില്ല. നീയും ആൻ്റണിയും തമ്മിൽ എന്താ ബന്ധം? അത് ഞാൻ പോയി ഈ കാര്യം സംസാരിച്ചിരുന്നു, പക്ഷെ ആളെ വിട്ടൊന്നും അടുപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുമ്പോഴേ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ശ്രുതി പറഞ്ഞത്? നീ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചു? അല്ല ശ്രുതി, ഞാൻ അടിക്കാനൊന്നും പറഞ്ഞില്ല, ആൻ്റണീൻ്റെ അടുത്ത് പോയി സംസാരിച്ചതേ ഉള്ളൂ. അല്ല ശ്രുതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഗുണ്ടയുടെ അടുത്ത് നീ പോയി നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്തിനു സംസാരിച്ചു എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല അവൻ ചോദിച്ചത് നീ കേട്ടില്ലേ, അതിന് നീ ഉത്തരം പറയുന്നു പറയാണ്.
അപ്പോഴും ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പപ്പ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ. ഞാനൊരിക്കലും അടിക്കാൻ പറഞ്ഞില്ല എന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യുകയും മാത്രമല്ല, നീ ഇപ്പോൾ ഗുണ്ടകളുടെ കൂടെ ആയോ കൂട്ടുകെട്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഇതിപ്പോൾ സച്ചിയേട്ടൻ്റെ പേരിലിടാൻ അപ്പോൾ ചേച്ചി തന്നെയാണോ പറഞ്ഞത്? ഹർഷയും പറയുന്നുണ്ട് കേട്ടോ. ആ അതേ ഇരിക്കും. ഇപ്പോൾ സച്ചിയേട്ടൻ്റെ മേലിൽ ഇട്ട എല്ലാവരും അങ്ങ് വിശ്വസിച്ചോളുമല്ലോ. അല്ലെങ്കിൽ ആ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രുതിക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നല്ലോ. അപ്പോൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് എന്തർത്ഥമാണ് ഉള്ളതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് രവി നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇത് ഇപ്പോൾ നിരപരാധിയായ എൻ്റെ മോനാണ് പോയി ജയിലിൽ കുത്തിയിരിക്കുന്നത്. ഈ സമയം ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട്, അത് ഞാൻ ആൻറ്റീനെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതി നല്ല ദേഷ്യത്തിൽ വരുന്നുണ്ട്. മതി, നിർത്തിക്കോ. ഇനി വല്ല ഗുണ്ടകളുടെയും കൂടെ കൂടിയിട്ടേ ഇനി എൻ്റെ പേരിൽ നീ അത് പറയണ്ട. ഈ സമയം പോലീസുകാർ പറയുന്നുണ്ട്, മതി, നിർത്തിക്കോളൂ. നിങ്ങളിങ്ങനെ കുടുംബകാര്യങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ സ്റ്റേഷനിൽ അവിടെ ചെന്നിട്ട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവരെ ഞങ്ങൾക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അല്ല മാഡം, പ്ലീസ് മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ സ്റ്റേഷനിൽ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഇപ്പം നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നേ മതിയാവും എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, മാഡം, എൻ്റെ ഭാര്യ ആരെയും തല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. അവരെ പോയി ഒന്ന് പറഞ്ഞ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവർ വലിച്ചഴിച്ച് ഇങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. ഈ സമയം ശ്രുതിയാണെ പറയുന്നുണ്ട്, ശ്രുതി നീ വിഷമിക്കണ്ട, ഞങ്ങൾ ലോയറിനെ പെട്ടെന്ന് തന്നെ കണ്ടോളാന്നേ. അപ്പോഴേക്കും പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ ലോയറെയോ ആര് വേണമെങ്കിലും കൊണ്ടുപോക്കോ, ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തേ മതിയാവുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ രവിയും പോയി പറയുന്നുണ്ട്, മാഡം, ഇത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ ആളുകൾ പലതും പറയും. അപ്പോൾ പിന്നെ ഇതൊന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അയ്യോ പറ്റില്ല സാർ, ഞങ്ങൾക്കിത് കൊണ്ടുപോയേ മതിയാവുമെന്ന് പറയാണ്. ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട്, അവള് ചെയ്തിട്ടല്ലേ, അവളെ കൊണ്ടുപോക്കോട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രവി വഴക്ക് പറയുന്നുണ്ട്, ചന്ദ്ര നീ ഒന്നും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ അവരെല്ലാം പറഞ്ഞിട്ടും പോലീസ് ശ്രുതിനെ വലിച്ചഴിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.